ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഓണത്തിനോടനുബന്ധിച്ച് ഈ ഒരു ഡ്രസ്സിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ, ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ട സമയത്ത് കുറേ ആൾക്കാർ ചോദിച്ചിരുന്നു ഇതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തതെന്ന്. സ്ഥിരമായിട്ട് സെറ്റ് സാരിയും പട്ടുപാവാടയൊക്കെ ഇട്ട് മടുത്തെങ്കിൽ ഒന്ന് മാറ്റി ട്രൈ ചെയ്യാവുന്ന ഒരു കോഡ് സെറ്റാണ് കേട്ടോ ഇത്. ഞാൻ എൻ്റെ യൂട്യൂബ് ജേർണി സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ സ്റ്റിച്ചിങ് വീഡിയോയിൽ അല്ലെങ്കിൽ ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ എന്തെങ്കിലും തെറ്റ് വരുവാണെങ്കിൽ അങ്ങ് ക്ഷമിച്ചേക്കണം കേട്ടോ. പലാസോ പാൻറ്റിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് മമ്മിയുടെ ഒരു പഴയ സാരിയാണ്. അതിൽ 3 മീറ്റർ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ പാൻറ്റ് തയ്ക്കാനായിട്ട്. സോ മടക്കിയിട്ട് ഒരു കോൺ ഷേപ്പിലും കൂടെ നമ്മൾ മടക്കി ഏകദേശം അംബ്രല്ല സ്കേർട്ടിന് കട്ട് ചെയ്യില്ലേ, അതേ രീതിയിൽ തന്നെ. എനിക്ക് ലെങ്ത് 38 വരുന്നത്, പിന്നെ അരവണ്ണം 32 വരുന്നത്. അതൊക്കെ മാർക്ക് ചെയ്ത് കൊടുത്തു. പിന്നെ തയ്യൽ തുമ്പും കൂടെ എക്സ്ട്രാ ഇട്ടതിന് ശേഷം മുറിച്ചെടുത്തു. പിന്നെ നമ്മുടെ സീറ്റില്ലേ, അത് ഞാനൊരു 9 കേട്ടോ ഇട്ടിരിക്കുന്നത്. സെയിം അളവിൽ ഞാൻ ലൈനിങ്ങും മുറിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം പാൻറ്റിന്റെ താഴ്ഭാഗം ഒന്ന് മടക്കി അടിച്ചു കൊടുക്കുന്നു. പിന്നെ ഓണത്തിന്റെ ഒരു ഫീൽ കിട്ടാനായിട്ട് അതിലെ കസവ് ഒന്ന് മടക്കി അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ മുറിച്ചെടുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു ലൈനിങ് നല്ല തുണിയുമായിട്ട് ചേർത്ത് മോൾ ഭാഗത്തിൽ മാത്രം ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം എൻ്റെ ടോപ്പ് ഓറഞ്ച് കളർ ആയതുകൊണ്ട് തന്നെ ആ ഒരു ഫീല് നമ്മുടെ പാൻറ്റിനും കൂടെ കിട്ടാനായിട്ട് ചെറിയ രീതിയിൽ ഒന്ന് പെയിന്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പൊ നല്ല തുണി ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടല്ലേ ഇരിക്കുന്നത്. ഇനി ആ ഒരു സീറ്റ് പോർഷൻ രണ്ടും കൂടെ ഒന്ന് അടിച്ചു കൊടുക്കുകയാണ്. 2 സൈഡും കൂടെ കൂട്ടി അടിച്ചു കൊടുക്കുന്നു. അതിനുശേഷം നമ്മുടെ ആ ഒരു പാൻറ്റിന്റെ ഷേപ്പിലേക്ക് നമ്മൾ ആക്കിയെടുക്കുകയാണ്. 2ആയിട്ട് ഡിവൈഡ് ചെയ്തതിന് ശേഷം നമ്മൾ പാൻറ്റിന്റെ 2 കാലുകളും, ഞാനിപ്പോൾ ലൈനിങ് സെപ്പറേറ്റ് ആണ് അടിച്ചെടുത്തിട്ടുള്ളത്, അതുപോലെ തന്നെ നല്ല തുണി സെപ്പറേറ്റ് ആണ് അടിച്ചെടുത്തിട്ടുള്ളത്. അങ്ങനെ ആ ഒരു പാൻറ്റിന്റെ ഷേപ്പിലേക്ക് കൊണ്ടുവന്നതിന് ശേഷമാണ് നമ്മൾ പടി കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ ടോട്ടൽ അരവണ്ണം 32 വരുന്നത്. അപ്പോൾ അതിന്റെ ഒരു പകുതിയെ നമ്മൾ വക്രം വെച്ച് പടി കൊടുക്കുന്നുള്ളൂ. ബാക്കി പുറകിൽ ഇലാസ്റ്റിക് ആണ് കൊടുക്കുന്നത്. അപ്പോൾ അതൊരു 16, 17 ഞാൻ എടുത്തിട്ടുള്ളത് ഇവിടെ പടിക്ക് വേണ്ടി. ഇലാസ്റ്റിക് ആണെങ്കിൽ ഒരു 8 ഇഞ്ച് വലുപ്പത്തിൽ ഞാൻ എടുത്തിട്ടുണ്ട്. അതിനുശേഷം പുറകിലേക്ക് ഇലാസ്റ്റിക് കവർ ചെയ്യുന്ന തുണിയില്ലേ, അത് നമ്മൾ ഒരു ഇച്ചിരി ലെങ്ത് കൂട്ടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ദെൻ നമ്മൾ ഈ വക്രം നമ്മുടെ മെയിൻ തുണിയിലേക്ക് നന്നായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അതിനിടയിൽ ഞാൻ വിട്ടുപോയൊരു കാര്യം ഉണ്ടായിരുന്നു. നമ്മുടെ പലാസോ പാൻറ്റിന്റെ ഫ്രണ്ടിലും ബാക്കിലും ഞാൻ ഓരോ ടക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് വലിഞ്ഞിരിക്കുന്ന ഫീൽ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് അത് ചെയ്തിരിക്കുന്നത്. ബാക്ക് സൈഡിൽ ഇലാസ്റ്റിക് വെക്കുന്നതെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ 2 അറ്റവും ആ ഒരു തുണിയിലേക്ക് ഇലാസ്റ്റിക്കിന്റെ 2 അറ്റവും അറ്റാച്ച് ചെയ്തതിന് ശേഷം വലിച്ചു പിടിച്ച് നമ്മൾ അതൊന്ന് അടിച്ചു കൊടുക്കുകയാണ്. നമ്മുടെ പാൻറ്റിലേക്ക് ഈ ഒരു പടിയും അതുപോലെ തന്നെ ഇലാസ്റ്റിക്കും ജോയിൻ ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പോർഷനിലേക്ക് പടിയുടെ ആ ഒരു വക്രം വെച്ചിരിക്കുന്ന പോർഷൻ വെച്ച് അടിച്ചു കൊടുക്കുന്നു. അതിനുശേഷം അത് മറിച്ചെടുത്തതിന് ശേഷം ഇപ്പുറത്തെ സൈഡ് അടിക്കുന്നില്ല, അതിന് മുന്നേ തന്നെ നമ്മൾ ഇലാസ്റ്റിക്കും കൂടെ അതിനോട് ചേർത്ത് യോജിപ്പിച്ച് വെച്ചതിന് ശേഷമാണ് അത് മറിച്ചെടുത്ത് അടിക്കുന്നത്. ഇപ്പം നമ്മൾ പടിയുടെയും ഇലാസ്റ്റിക്കിന്റെയും കാണുന്ന പോർഷൻ മാത്രമല്ലേ അടിച്ചിട്ടുള്ളൂ, ഒരു സൈഡ് മാത്രം. ഇനി അകത്തെ സൈഡ് ഫ്രണ്ടിൽ നിന്ന് നമ്മൾ അതിനോട് ചേർത്ത് നന്നായിട്ട് വലിച്ചു പിടിച്ച് അടിച്ചു കൊടുക്കുകയാണ്. അതിനിടയിൽ ഞാനൊന്ന് ട്രയലൊക്കെ ഇട്ട് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഫിറ്റ് ആയിട്ട് തന്നെയാണ് സാധനം ഇരിക്കുന്നത്. ഇനി നമുക്ക് ടോപ്പിലേക്ക് കടക്കാം. ഈ ടോപ്പ് എൻ്റെ മമ്മിയുടെ ഒരു പഴയ സാരിയുടെ മുന്താണിയാണ് കേട്ടോ. അപ്പോൾ ഇതിനു വേണ്ടി ഞാൻ ജസ്റ്റ് പേപ്പറിലൊന്ന് ട്രയൽ കട്ട് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ കൈ കട്ട് ചെയ്യുന്നില്ല, ജസ്റ്റ് ബോഡി പാർട്ട് മാത്രമേ കട്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഈ തുണി 4ആയിട്ടാണ് മടക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വണ്ണം ഒരു 9 ഇഞ്ചാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇറക്കം ഒരു 16, പിന്നെ കൈക്കുഴി 5, കഴുത്തും ഏകദേശം 5. ഫ്രണ്ടും ബാക്കും ഒരുപോലെ തന്നെയാണ് കട്ട് ചെയ്യുന്നത്. അടിഭാഗം ട്രയാങ്കിൾ ഷേപ്പിൽ വരുന്നത് പോലെയാണ് വരച്ചു കൊടുത്തിട്ടുള്ളത്. പിന്നെ ഞാനിത് എക്സ്ട്രാ കട്ട് ചെയ്യാനുള്ള പോർഷൻ ഇട്ടിരിക്കുന്നതാണ് കേട്ടോ. ആ ഒരു പേപ്പറിൽ നിന്ന് കുറച്ച് മാറിയിട്ട് വരച്ചിട്ടിരിക്കണം. നമ്മൾ ലൈനിങ് ഇട്ട് അടിച്ചു മറിക്കാനാണ് പ്ലാൻ. അപ്പം കൈയും കഴുത്തും മാത്രം അടിച്ചു മറിച്ച് ബാക്കി 4 സൈഡും നമ്മൾ ലൈനിങ്ങിനോട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ടോപ്പിന് ഒരു ഇത്തിരി ഷേപ്പും കാര്യങ്ങളും ഒക്കെ നല്ല ഭംഗിക്കിരിക്കാനായിട്ട് നമ്മൾ ജസ്റ്റ് ഫ്രണ്ടിലും ബാക്കിലും ഒരു ടക്ക് വീതം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ കൈ സെപ്പറേറ്റ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുവേണ്ടി അത്യാവശ്യം നല്ല വീതിയിൽ തന്നെ നമ്മൾ കൈ പീസ് മുറിച്ചെടുത്തിട്ടുണ്ട്. കാരണം പ്ലീറ്റ് ഇട്ട് മടക്കി അടുക്കിയിരിക്കണ രീതിയിൽ കൈ വെക്കാനാണ് എനിക്ക് പ്ലാൻ. അതും സ്ലീവ്ലെസ് ആണ് കേട്ടോ തയ്ക്കണത്. അങ്ങനെ കൈ 2 സെറ്റാക്കി എടുത്ത് ടോപ്പിനോട് അറ്റാച്ച് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഞാനൊന്ന് ട്രയൽ ഇട്ട് നോക്കി. ഓക്കെ, എല്ലാം ഓക്കെ ആണെന്ന് തോന്നുന്നു. ഇനി നമുക്ക് കുറച്ച് ഹാൻഡ് വർക്കും പരിപാടികളും ഒക്കെ ചെയ്യാനുണ്ട്. കുറച്ച് ആർഭാടായിക്കോട്ടെ. അതിനായിട്ട് ഞാനൊന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്. ബീഡ്സ് വർക്കാണ് ചെയ്യുന്നത്. അതിനിടയിൽ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഞാൻ നമ്മുടെ ടോപ്പിന്റെ സൈഡിൽ സിബ് പിടിപ്പിച്ചായിരുന്നു കേട്ടോ. എനിക്ക് സിബ് സൈഡിൽ പിടിപ്പിക്കുന്നതിനോടാണ് കൂടുതലും താല്പര്യം പുറകിനേക്കാളും. അപ്പോൾ സൈഡിലായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അത് ഞാൻ കാണിക്കാനായിട്ട് മറന്നുപോയായിരുന്നു. അതിനുശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് പടമൊക്കെ വരച്ചെടുത്തു. പിന്നെ ബീഡ്സ് വർക്ക് ആരംഭിച്ചു. അപ്പോൾ ഫൈനൽ ലുക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. ഞാനിപ്പം സ്റ്റിച്ച് ചെയ്തതിലാണെങ്കിലും പറഞ്ഞു തന്നതിലാണെങ്കിലും എന്തെങ്കിലും തിരുത്താൻ ആവശ്യമുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റിൽ പറഞ്ഞേക്കണം കേട്ടോ. അപ്പോൾ ശരി, ബൈ.